MP എന്ന നിലയിൽ ബെന്നി ബെഹനാൻ തികഞ്ഞ പരാജയമാണ് എന്നാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ MLAമാർ ഓരോരുത്തരും പറയുന്നത്. ശ്രദ്ധേയമായ ഒരു പദ്ധതി പോലും മണ്ഡലത്തിൽ നടപ്പാക്കാൻ ബെന്നി ബെഹനാന് കഴിഞ്ഞില്ലെന്നും ഇടത് MLAമാരായ PV ശ്രീനിജൻ, ET ടൈസൺ മാസ്റ്റർ, VR സുനിൽകുമാർ എന്നിവർ പറഞ്ഞു. മുൻ MP ഇന്നസെന്റ് തുടക്കമിട്ട പദ്ധതികൾ ബെന്നി ബെഹനാൻ വന്നതിന് ശേഷം മുടങ്ങിപ്പോയെന്നും ഈ MLAമാർ ചൂണ്ടിക്കാണിച്ചു. ഇന്നസെന്റ് MP ആയിരിക്കെ 1750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളായിരുന്നു ചാലക്കുടി മണ്ഡലത്തിൽ നടപ്പാക്കിയത്. എന്നാൽ അദ്ദേഹം തുടക്കമിട്ട പദ്ധതികൾ പോലും ബെന്നി ബെഹനാൻ വന്ന ശേഷം മുടങ്ങിപ്പോയെന്ന് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MLAമാരായ PV ശ്രീനിജൻ, ET ടൈസൺ മാസ്റ്റർ, VR സുനിൽകുമാർ എന്നിവർ പറഞ്ഞു. ടൂറിസം, കൃഷി, ആരോഗ്യ മേഖലകളിൽ ഇന്നസെന്റ് സൃഷ്ടിച്ച വൻ മുന്നേറ്റം കഴിഞ്ഞ 5 വർഷം പിന്നോട്ടടിച്ചു. 20 കോടി രൂപ MP ഫണ്ടായി ലഭിച്ചതിൽ 8 കോടിയിൽ താഴെ മാത്രമാണ് ബെന്നി ബെഹനാൻ ചെലവഴിച്ചത്. ദേശീയപാത വികസനം സ്വന്തം നേട്ടമായി അവതരിപ്പിക്കുന്ന MPയുടെ നിലപാട് അപഹാസ്യമാണെന്നും LDF MLAമാർ അങ്കമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് MLAമാരും അല്ലെങ്കിൽ MPയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് പോലും അദ്ദേഹം വിളിച്ചില്ല എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം ഈ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം പുറകോട്ട് പോയി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന് 5 കൊല്ലത്തിന് മുമ്പ് ഞങ്ങൾ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കടലാക്രമണം ചെറുക്കാനുള്ള പദ്ധതികൾ സംബന്ധിച്ചാണ്. ആ കടലാക്രമണം ചെറുക്കാനുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാർ അവസാനം നിവർത്തിയില്ലാതെ MP-യിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച്, പക്ഷെ ഒന്നും പ്രോജക്റ്റൊക്കെ കൊടുത്തു, പക്ഷെ നമുക്ക് ലഭിച്ചില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കുറേ പദ്ധതികളാണ്. തീർത്ഥാടന ടൂറിസത്തിന്റെ സാധ്യതകൾ പോലും അത്തരം പദ്ധതികൾ പോലും ഉപയോഗപ്പെടുത്താൻ ഈ 5 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇന്നസെന്റിന്റെ കാലത്ത് തുടങ്ങിയ കേരളത്തിലെ ആദ്യ ടെക്നോളജി സെന്റർ പദ്ധതിയുടെ നിർമ്മാണം ബെന്നിയുടെ കാലത്ത് നിലച്ചു. മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം, ശബരി റെയിൽപാത, ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ പോലും സാധ്യമായ ഇടപെടൽ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് വിജയിച്ചാൽ മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തിയ വികസനരേഖ ഉടൻ പുറത്തിറക്കുമെന്നും MLAമാർ വ്യക്തമാക്കി. LDF ലോക്സഭാ നിയോജക മണ്ഡലം ചെയർമാൻ KK അഷ്റഫ്, സെക്രട്ടറി UP ജോസഫ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി.